ചില ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തില് പിതാവും ഈശോയും തമ്മിലുള്ള ബന്ധവും ഈശോയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധവുമാണ് ഈശോ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഈശോ പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് പറയുകയാണ്, അവന് നിത്യജീവൻ ഉണ്ടാകുമെന്ന് പറയുകയാണ്. എന്നിട്ട് ഈശോ ഇതിനുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് പഴയ നിയമത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു, പക്ഷേ ഈ അപ്പം അങ്ങനെയല്ല, മറിച്ച് ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, ഞാനാണ് നിങ്ങളുടെ ആത്മാവിന്റെ ഭക്ഷണം. നമുക്കറിയാം, നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ശോഷിച്ച് നമ്മൾ മരിച്ചു പോകുമെന്ന് അറിയാം. ഈശോ പറയുകയാണ്, നിങ്ങളുടെ ആത്മാവിന്റെ ഭക്ഷണമായിട്ട് ഞാൻ നൽകുന്ന അപ്പമാണ് ഈ കുർബാന എന്ന് പറയുകയാണ്. വിശുദ്ധ കുർബാന ഭക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് മരണം സംഭവിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈശോ പറയുകയാണ്, വിശുദ്ധ കുർബാന നീ ഭക്ഷിച്ചാൽ, വിശുദ്ധ കുർബാനയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായാൽ നിനക്ക് നിത്യമായ ജീവൻ ഉണ്ടാകും എന്ന് പറയുന്നത്. ആത്മാവ് നശിച്ചു പോവുകയില്ല, നിത്യജീവനിലേക്ക് ഈ ആത്മാവ് പ്രവേശിക്കും എന്ന് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നിത്യജീവന്റെ അപ്പമായിട്ട് ഈശോ നമ്മുടെ ആത്മാവിന് നൽകുന്ന ഈ വിശുദ്ധ കുർബാന എന്ന അപ്പം, അത് കൂടുതലായിട്ട് ഓരോ ദിവസവും ആ വിശുദ്ധ കുർബാനയോട് കൂടുതൽ സ്നേഹം ഉണ്ടാകുവാനും ആ വിശുദ്ധ കുർബാനയോട് കൂടുതൽ ഒരു അടുപ്പം ഉണ്ടാകുവാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.